Dear students, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് പൊളാരിറ്റി ഓഫ് ബോണ്ട്സ് ആണ്. എന്താണ് പൊളാരിറ്റി എന്നുള്ളത് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോളാറും നോൺ പോളാറും. When a covalent bond is formed between two similar atoms, the shared pair of electron is equally attracted by two atoms. In other words, the shared pair of shared electrons are not displaced towards any one atom. Such a bond is called a non-polar covalent bond. Example H2, Cl2, O2, etc. നമുക്കൊന്ന് നോക്കാം എന്താണ് പൊളാരിറ്റി. ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിനെ നമ്മൾ എടുക്കുക. ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണ്ടിൻ്റെ രണ്ടറ്റത്തുമുള്ള ആറ്റങ്ങൾ ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ നമുക്കറിയാം. രണ്ട് ഹൈഡ്രജൻ്റെയും അറ്റോമിക നമ്പർ 1 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണുകൾ ഇവിടുത്തെ ഹൈഡ്രജന് ഓരോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്താണ് ഈ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പേരുടെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുക. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ആറ്റങ്ങളും ഒരേ ആറ്റങ്ങളായതുകൊണ്ട് ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവ് തുല്യമാണ്, ഒരേപോലെയാണ്. അതുകൊണ്ട് ആരും പരസ്പരം എന്ത് ചെയ്യുന്നില്ല, വേറൊരാളിൻ്റെ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തിരിക്കുകയാണ്? ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മോളിക്യൂൾസിനെ നമ്മൾ പറയുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി അതിന് വേറെ ഒരു എക്സാമ്പിളാണ് ഓക്സിജൻ, ക്ലോറിൻ. ഇവിടെ ഒരു കോവലൻ്റ് ബോണ്ടിൻ്റെ ഇരുവശത്തുമുള്ള ആറ്റങ്ങൾ ഒരേ ആറ്റങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും തുല്യ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ആരും ഇലക്ട്രോണുകളെ ആകർഷിക്കുന്നില്ല. അതേപോലെ തന്നെ ഓക്സിജൻ, രണ്ട് ഓക്സിജൻ ആറ്റങ്ങളുടെ ഇടയ്ക്ക് ഡബിൾ ബോണ്ടാണുള്ളത്. ഇവിടെയും രണ്ട് ഓക്സിജൻ ആറ്റങ്ങളാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി തുല്യമാണ്, ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു കേസ് നമുക്ക് നോക്കാം. നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് നമുക്ക് പറയാം. On the other hand, if the covalent bond is formed between two dissimilar atoms having different electronegativities, അതായത് ഒരു കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് രണ്ട് ഡിസിമിലർ ആറ്റങ്ങൾ, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങളാണ്. അതിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും രണ്ടുപേരുടെയും ഡിഫറൻ്റ് ആണ്. ദ ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഡിസ്പ്ലേസ്ഡ് ടുവേർഡ്സ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവായ ആറ്റം മറ്റേ ഇലക്ട്രോണിനെ കൂടെ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ളത് വരുമ്പോൾ ഒരാറ്റത്തിന് പോസിറ്റീവ് ചാർജും മറ്റേ ആറ്റത്തിന് നെഗറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന മോളിക്യൂൾസിനെ ആറ്റങ്ങളുടെ ഇടയ്ക്ക്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബോണ്ടിന് പറയുന്ന പേരാണ് പോളാർ കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും, ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയും. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ക്ലോറിനും കൂടെ ചേരുന്നതാണ് ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ. അപ്പോൾ ഈ ഒരു കോവലൻ്റ് ബോണ്ടിൻ്റെ രണ്ടറ്റത്തുമുള്ള ആറ്റങ്ങൾ ഒന്ന് ഹൈഡ്രജൻ ആറ്റവും വേറൊന്ന് ക്ലോറിൻ ആറ്റവുമാണ്. നമുക്കിനി നോക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1, വാലൻസി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? ഒരു ഇലക്ട്രോൺ. ക്ലോറിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 17 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 2, 8, 7. വാലൻസി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണും ഈ ഒരു ഇലക്ട്രോൺ ആരുടെ ഇലക്ട്രോണുമാണ്? ക്ലോറിൻ്റെ ഇലക്ട്രോണുമാണ്. അപ്പോൾ ക്ലോറിൻ ഇവിടെ ആരാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ്? ഹൈഡ്രജൻ ആണോ ക്ലോറിൻ ആണോ? ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. വൈ? എന്താണ് കാരണം? ബിക്കോസ് ഇൻ ക്ലോറിൻ the outermost shell has 7 electron. It attain എന്താണ് ഒക്ടക്റ്റ് ബൈ ഗെയിനിങ് 1 ഇലക്ട്രോൺ. അതായത് വാലൻസി ഷെല്ലിൽ 7 ഇലക്ട്രോണേ ഉള്ളൂ. ഇതിന് ഒരു ഇലക്ട്രോണിനെ കൂടെ നേടുകയാണെങ്കിൽ ഇതിന് എന്ത് സംഭവിക്കാം? ഒക്ടക്റ്റ് നേടാൻ സാധിക്കും. അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ വാലൻസി ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണിനെ എപ്പോഴും ഹൈഡ്രജൻ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്ലോറിൻ, ഈ അറ്റത്തിരിക്കുന്ന ക്ലോറിൻ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെയും കൂടി ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു.
പക്ഷേ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായും എന്ത് ചെയ്യുന്നില്ല, വിട്ടുകൊടുക്കുന്നതുമില്ല. ഇപ്പോൾ ഹൈഡ്രജൻ കുഞ്ഞതാണെങ്കിലും ഒരു ചെറിയ പിടി അതിനും കൂടി ഉണ്ടാവും. പൂർണ്ണമായും വിട്ടുകൊടുക്കാതെ ഇതും അതിൻ്റെ അടുത്തേക്ക് അതിൻ്റെ ഇലക്ട്രോണിനെ ആകർഷിച്ചു കൊണ്ടിരിക്കും. പക്ഷേ കൂടുതൽ ശക്തി എങ്ങോട്ടേക്ക് ഇലക്ട്രോണിന് മൂവ് ചെയ്യാനാണ്, ക്ലോറിനിലേക്ക് മൂവ് ചെയ്യാനാണ്. അതുകൊണ്ട് ക്ലോറിൻ ഗെറ്റ്സ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആൻഡ് ഹൈഡ്രജൻ ഗെറ്റ്സ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഡെൽറ്റ പ്ലസും ഡെൽറ്റ മൈനസും. പാർഷ്യൽ എന്നാണ്, പകുതി നെഗറ്റീവ് ചാർജും പകുതി. കാരണം പൂർണ്ണമായും വിട്ടുകൊടുക്കുകയും പൂർണ്ണമായും വാങ്ങിക്കുകയും ചെയ്യാത്തത് കൊണ്ട് രണ്ട് ആറ്റങ്ങൾക്കും പകുതി നെഗറ്റീവ് ചാർജും പകുതി പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ഇപ്പോൾ ഈ മോളിക്യൂളിൽ തന്നെ ഹൈഡ്രജനും ക്ലോറിനും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അതായത് രണ്ട് പോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിന് പറയുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ്. അപ്പോൾ ഡിഫറെൻറ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിലുള്ള ആറ്റങ്ങളാണ് ഒരു ബോണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉണ്ടെങ്കിൽ ആണ് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അതേസമയം ഒരേ ആറ്റങ്ങളാണെങ്കിൽ ഈ പൊളാരിറ്റി അവിടെ, ഹൈഡ്രജൻ്റെ കേസിൽ നമുക്കറിയാം രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളാണ്, ഇതേപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല. അതേസമയം HCl ആണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. അതേപോലെ HF ആണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പോളാർ മോളിക്യൂളും ഇതെല്ലാം എന്താണ്, നോൺ പോളാർ മോളിക്യൂൾസുമാണ്. അതിന് എക്സാമ്പിൾസ് വേറെ ഉണ്ട്, H2O, HF, NH3 എക്സെട്ര. ഇനി അടുത്തതായി ഇവിടെ കൊടുത്തിട്ടുണ്ട് നോൺ പോളാർ കോവലൻ്റ് ബോണ്ടുള്ള മോളിക്യൂളാണ് ക്ലോറിൻ, ഫ്ലൂറിൻ. ഒരേ ആറ്റങ്ങൾ വരുന്നതാണ്, ക്ലോറിൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. പോളാർ കോവലൻ്റ് ബോണ്ട് വരുന്നത് ഏതൊക്കെയാണ്? HF, HCl എക്സെട്ര. ഇനി അടുത്തതാണ് ഡൈപോൾ മോമെൻ്റ് എന്ന് പറയും. It is defined as the product of the magnitude of charge and the distance between the centers of positive and negative charge. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇവിടെ HCl എന്ന് പറയുന്ന ഒരു മോളിക്യൂളുണ്ട്. ഈ HCl ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ദെയർഫോർ ദി ഷെയർഡ് ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് എന്താണ്, chlorine. Therefore chlorine gets a partial negative charge and hydrogen gets a partial positive charge. Therefore the molecule is polar. Therefore polarity developed. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? പൊളാരിറ്റി. എന്താണ് പൊളാരിറ്റി? രണ്ട് പോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്തു, അതിനാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മോളിക്യൂളിൻ്റെ പൊളാരിറ്റിക്ക് എന്തുണ്ട്? ഒരു ചാർജുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഒരു വാല്യൂ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ആ വാല്യൂവിന് പറയുന്ന പേരാണ് മ്യൂ അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻ്റ്. എങ്ങനെയാണ് ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോസിറ്റീവ്. അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജുകൾ, ഇതിൻ്റെ പോസിറ്റീവ് ചാർജ് എത്രയാണ്, നെഗറ്റീവ് ചാർജിൻ്റെ വില എത്രയാണ്, അതേ ഇൻറ്റു ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു Q ഇൻറ്റു D എന്ന് നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ പറയും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡൈപോൾ മൊമെൻ്റ് കിട്ടുന്നു. ഡൈപോൾ മൊമെൻറ്റിന് ഇതിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ യൂണിറ്റാണ് ഡിബേ യൂണിറ്റ് എന്ന് പറയും. Dipole moment is represented by the arrow put on Lewis structure in the molecule. The cross is on positive Lewis structure of the molecule. The cross is on positive and the arrow head is negative. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡൈപോൾ മോമെൻറ്റ് നമ്മൾ പറയുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു HCl മോളിക്യൂൾ, ഇതിന് ഡൈപോൾ മൂമെൻ്റ് എന്തെന്ന് പറയും. എന്താണ് ഡൈപോൾ മൊമെൻ്റ്? ഈ മോളിക്യൂള് പൊളാറാണ്. അതായത് ഈ മോളിക്യൂളിൽ രണ്ട് ആറ്റങ്ങൾ ഡിഫറെൻറ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിലുള്ളതാണ്. അതായത് ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ക്ലോറിൻ ദെയർഫോർ അട്രാക്റ്റഡ് ദ ഷെയർഡ് ഇലക്ട്രോൺ പെയർസ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. ക്ലോറിൻ ഗെറ്റ്സ് നെഗറ്റീവ് ചാർജ് ആൻഡ് ഹൈഡ്രജൻ ഗെറ്റ്സ് പോസിറ്റീവ് ചാർജ്. അതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാകുന്നത് കൊണ്ട് ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ ചാർജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിന് പറയുന്ന പേരാണ് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇതേപോലെ പൊളാരിറ്റി ഉള്ള മോളിക്യൂൾസിനാണ് എന്തുണ്ടാകുന്നത്? ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്കത് കാണിക്കാനായിട്ട് സാധിക്കും. എങ്ങോട്ടേക്കാണ് ഇത് കാണിക്കുന്നത്? അതായത് എവിടേക്കാണോ ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ഒരു ആരോ മാർക്ക് കാണിക്കും.
എവിടെ നിന്നാണ് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ അത് ക്ലോസ്ഡ് എൻഡാണ്. ഇവിടെ നിന്ന് ആരോ ഹെഡെന്ന് പറയുന്നത് എവിടേക്കാണോ ഇലക്ട്രോണിനെ ആകർഷിക്കുന്നത് അങ്ങോട്ടേക്കാണ് ഇലക്ട്രോണ് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇതാണ് ഡൈപോൾ മൊമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിന് മുകളിലാണ്, ഇവിടെ വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ വരയ്ക്കും. ഇനി ഒരു എക്സാമ്പിൾ, HFന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. HF അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എങ്ങനെയാണ്? HFന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടോ? ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ കോവലൻ്റ് ബോണ്ടിൻ്റെ രണ്ടറ്റത്തുമുള്ള ആറ്റങ്ങൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോണുകൾ എങ്ങോട്ടേക്കാണ് ആകർഷിക്കുന്നത്? ഹൈഡ്രജനിലേക്കാണോ ഫ്ലൂറിലേക്കാണോ? ഫ്ലൂറിനിലേക്ക്. കാരണം ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ഫ്ലൂറിലേക്ക് ഇലക്ട്രോണുകൾ ആകർഷിക്കുന്നു. ഇവന് നെഗറ്റീവ് ചാർജ്, ഇവന് പോസിറ്റീവ് ചാർജും കിട്ടും. ഈ വാല്യൂസും അതിൻ്റെ ഈ വാല്യൂസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മ്യൂ എന്ന് പറയുന്ന വാല്യൂ കിട്ടി ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഈ മോളിക്യൂളിന് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എങ്ങോട്ടേക്കാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. അടുത്തത്, ഓരോ മോളിക്യൂൾസിനും ഇതേപോലെ ഡൈപോൾ മൊമെൻറ്റ് വാല്യൂസ് ഉണ്ട്. ചില കേസിൽ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ 0 ആണ്. അതിന് കാരണം ചില മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് പരസ്പരം എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, BF2 ഡൈപോൾ മൊമെൻറ്റ് ഈസ് 0. This is because the two equal bond dipole point in opposite direction and cancel the effect each other. നമുക്കൊന്ന് വരച്ച് നോക്കാം. BF2 BE നടുക്കും, 2 F, ഒരു F ഇങ്ങോട്ടും ഒരു F ഇങ്ങോട്ടുമാണ്. ഇതിൽ ആദ്യത്തെ ബോണ്ട് നമുക്ക് നോക്കാം. BF2 ഈ ഒരു ബോണ്ട് നമ്മൾ നോക്കുമ്പോൾ ബെർലിയവും ഫ്ലൂറിനും ഏതാണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്? ഫ്ലൂറിൻ. അപ്പോൾ ഫ്ലൂറിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ്, പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഇതിനെന്ത് കിട്ടും? പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എങ്ങോട്ടേക്കാണ് കാണിക്കുന്നത്? ഫ്ലൂറിനിലേക്ക് ഡൈപോൾ മൊമെൻറ്റ് ഇലക്ട്രോണുകളെ ആകർഷിക്കുന്നു എന്ന് നമ്മൾ കാണിച്ചു. ഇനി അടുത്ത ബോണ്ട് നമുക്ക് നോക്കാം, രണ്ടാമത്തെ ബോണ്ട്. ഇവിടെയും ബെർലിയവും ഫ്ലൂറിനുമാണ്. ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ ബെർലിയം. അതുകൊണ്ട് ഇലക്ട്രോൺസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ഫ്ലൂറിൻ. ദെയർഫോർ ദ ഡൈപോൾ മൊമെൻറ്റ് പോയിൻറ്റിങ് ടുവേർഡ്സ് ഫ്ലൂറിൻ. ഇപ്പോൾ ബെർലിയത്തിൽ നിന്ന് 2 ഡയറക്ഷനിലേക്ക് ഈക്വലായിട്ട് പോയിരിക്കുകയാണ്. ഈ മോളിക്യൂൾ ഒരു പ്ലൈനാർ മോളിക്യൂൾ, ഒരു പ്രതലത്തിലാണ് ഈ മോളിക്യൂളിൻ്റെ ആറ്റങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഡൈപോൾ മൊമെൻറ്റും പരസ്പരം എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. കാരണം ഇത് ഒരു പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയതുകൊണ്ട് ഈ ഡൈപോൾ മൊമെൻറ്റ് വാല്യൂസ് എന്ത് ചെയ്യുന്നു? ഇവിടെ കിട്ടുന്ന ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്ന ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്തു? നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് BF2 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ എത്രയാണ്? 0. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മോളിക്യൂൾ BF3 ആണ്. ഇവിടെ നമുക്ക് നോക്കാം. ഇൻ ടെട്രാറ്റമിക് മോളിക്യൂൾ, ഫോർ ആൻ എക്സാമ്പിൾ BF3, the dipole moment is 0. Although the BF bonds are oriented at an angle 120 degree to each other, the 3 bond moments give a net sum 0 as the resultant of any 2 is equal and opposite to the third. ഇപ്പോൾ BF3 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ബോറോൺ നടുക്ക് ഒരു ട്രയാഗണലായിട്ട്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളായിട്ടാണ് ഈ ഇലക്ട്രോണുകൾ ബോണ്ട് ആറ്റങ്ങളെ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ആറ്റങ്ങളുടെയും നമ്മൾ വരയ്ക്കുന്ന ഇങ്ങോട്ടാണ് ഡൈപോൾ മൊമെൻറ്റ് നമുക്കറിയാം. ഇവിടെ ഈ ബോണ്ടിൽ ഇങ്ങോട്ട് വരയ്ക്കും, ഈ ബോണ്ടിൽ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു ഡയറക്ഷനിലോട്ടും ഈ 2 ബോണ്ട് ഡൈപോൾ ഒരു ഡയറക്ഷനിലേക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ പടം ഇങ്ങനെ വന്നിരിക്കുന്നത്, കണ്ടോ? അതായത് ഒരെണ്ണം മാത്രമുള്ളത് ഒരു മറ്റേ 2 എണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? പരസ്പരം ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടുത്തെ ഡൈപോൾ മൊമെൻറ്റ് 0 ആണെന്ന് പറയുന്നു. അതേപോലെ തന്നെ വേറെ ഒരു മോളിക്യൂളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് കാർബൺ നടുക്കും, 2 ഓക്സിജൻ അപ്പുറം ഇപ്പുറമാണ്. ഓക്സിജനാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ കാർബൺ. അപ്പോൾ ഇലക്ട്രോണുകളെ ഇങ്ങോട്ടേക്ക് പരസ്പരം ആകർഷിക്കുന്നു. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നു? ഡൈപോൾ ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ 0. ഇനി അടുത്തത് നോക്കിക്കേ. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ ആദ്യത്തെ മോളിക്യൂൾ NH3യും രണ്ടാമത്തെ മോളിക്യൂൾ NF3യുമാണ്. 2 മോളിക്യൂളിൻ്റെയും ഷേപ്പ് പിരമിഡൽ ഷേപ്പാണ്. 2 മോളിക്യൂളിനും ഒരു ലോൺ പെയർ ഇലക്ട്രോണുകൾ ഇവിടെ രണ്ടിടത്തും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 4.90 × 10⁻³
ഇവിടെ ചെറിയൊരു ഡൈപോൾ മൊമെൻ്റ് വാല്യൂവുമാണ് കാണുന്നത്. ഇവിടെ കൂടുതലും ഇവിടെ കുറവും. എന്താണ് ഇവിടെ കൂടുതലും ഇവിടെ കുറയാനും കാരണം? നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുക. ഇവിടെ നൈട്രജനാണ് സെൻട്രൽ ആറ്റം. 3 ഹൈഡ്രജൻ 3 സൈഡിലേക്ക് ഒരു പിരമിഡൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഓരോ ബോണ്ടിൻ്റെയും ഡൈപോൾ മൊമെൻ്റ് എടുത്ത് നോക്കിക്കേ. ഹൈഡ്രജൻ നൈട്രജൻ എങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ആകർഷിക്കും? നൈട്രജനിലേക്ക്. അപ്പോൾ ഡൈപോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? നൈട്രജനിലേക്ക് ആകർഷിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ 3 ബോണ്ട് ഡൈപോളും നൈട്രജനിലേക്ക് ആകർഷിക്കുന്നു. അതുകൂടാതെ അപ്പോൾ എങ്ങോട്ടേക്കാണ് വരുന്നത്? ഇങ്ങനെയാണ് ബോണ്ട് ഡൈപോൾ വരുന്നത്. അതുകൂടാതെ ഒരു ലോൺ പെയറിൻ്റെ ഡൈപോളുണ്ട്. ലോൺ പെയർ എപ്പോഴും അതിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രോണിനെ ആകർഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്കാണ് ഡൈപോൾ മൊമെൻ്റ് നെറ്റ് പോകുന്നത്. അപ്പം നെറ്റ് ക്യാൻസൽ ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്, ആഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഡൈപോൾ മൊമെൻ്റ് വാല്യൂ, കാരണം ഈ ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂവും ഈ ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂം ഒരേ ഡയറക്ഷനിലേക്കായതുകൊണ്ട് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് വലിയൊരു വാല്യൂ അവിടെ നമുക്ക് കിട്ടുന്നു. ഇനി അടുത്ത കേസ് നമുക്ക് NF3. NF3യിൽ നോക്കിക്കേ, നൈട്രജനും ഫ്ലൂറിനുമാണ് ഓരോ ബോണ്ടിൻ്റെ അറ്റത്തുമുള്ള ആറ്റങ്ങൾ. നൈട്രജനിലും ഫ്ലൂറിലും ആരാണ് ഇലക്ട്രോൺ നെഗറ്റീവ്? ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ നൈട്രജൻ. അതുകൊണ്ട് ഇലക്ട്രോൺ പെയർസ് എങ്ങോട്ടേക്കാണ് അട്രാക്റ്റ് ചെയ്യുന്നത്? ഫ്ലൂറിനിലേക്കാണ്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് വരയ്ക്കുമ്പോൾ എങ്ങോട്ടേക്ക് വരയ്ക്കും? ഫ്ലൂറിനിലേക്ക് വരയ്ക്കും. അപ്പോൾ ഒരേ ഡയറക്ഷൻ താഴേക്കാണ് നമ്മളിത് മൂന്നും വരയ്ക്കുന്നത്. അപ്പോൾ ആ ഡൈപോൾ മൊമെൻ്റ് 3 ബോണ്ട് ഡൈപോൾ മൊമെൻറ്റും താഴേക്ക് വരയ്ക്കുന്നു. ഇനി നമ്മളെപ്പോഴും പറഞ്ഞു ലോൺ പെയറിൻ്റെ ഡൈപോൾ മൊമെൻ്റ് വരയ്ക്കുന്ന ഇലക്ട്രോണുകളെ എപ്പോഴും ലോൺ പെയർ അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളുടെ ഈ ലോൺ പെയറിൻ്റെ ഡൈപോൾ മൊമെൻ്റ് മുകളിലേക്ക് കാണിക്കുന്നത് കൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും? രണ്ട് ഡയറക്ഷനിലോട്ടായിരിക്കും. അതുകൊണ്ട് ഡൈപോൾ മൊമെൻ്റ് അവിടെ പരസ്പരം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു പോകുന്നു. പിന്നെ നൈട്രജനും ഫ്ലൂറിനും തമ്മിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 ആണ് ഇവിടെ വരേണ്ടത്. പിന്നെ എന്തുകൊണ്ടൊരു ചെറിയ വാല്യൂ അവിടെ വരാൻ കാരണം? നൈട്രജനും ഫ്ലൂറിനും തമ്മിൽ വലിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ലാത്തതിനാലാണ് അവിടെ ചെറിയൊരു ഡൈപോൾ മൊമെൻ്റ് വാല്യൂ ആയ 0.80 × 10⁻30 കൂളോം മീറ്റർ നമുക്കവിടെ കിട്ടുന്നത്. ഇത് രണ്ടും നന്നായിട്ട് പടം വരച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആദ്യം തന്ന നോട്ടിലുള്ളത്.